ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. യെസ് ഓർ നോ ഇപ്പൊ പറയണം. പറയേ. ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാണോ ദീപക് സാർ എന്നോട് അടുപ്പം കാണിച്ചത്? ഏയ്, അങ്ങനെയൊന്നുമല്ല. എനിക്ക് സാന്ദ്രയോടുള്ള സ്നേഹം വളരെ സിൻസിയറാണ്. എനിക്ക് മനസ്സിലായി, എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ നിങ്ങളുടെ ഹണിമൂണൊക്കെ കഴിഞ്ഞോ? മാരേജ് കഴിഞ്ഞിട്ട് 5-6 മാസമായില്ലേ ഋതികെ? എല്ലാ മാസവും പകുതി ദിവസം ഞങ്ങള് ഓരോരോ ഹണിമൂൺ ട്രിപ്പിലാ. ഇനി പോകാൻ ഒരു രാജ്യവും ബാക്കിയില്ല. ഞങ്ങളും അങ്ങനെ തന്നെയാ രാഖി. എന്റെ ഏട്ടനാണെങ്കിലേ എപ്പോഴും ഇങ്ങനെ ഹണിമൂൺ ട്രിപ്പിന് പോണോന്ന ഒറ്റ വിചാരേ ഉള്ളൂ. മൂപ്പരതിന് പറയുന്നതേ മധുവിധൂന്ന. നിങ്ങൾ എവിടെയൊക്കെ പോയി ഋതികെ? ഞങ്ങള് എല്ലായിടത്തും പോയി. ഇനി പോകാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങള് കാശ്മീരിലേക്ക് പോയി. നൈനിറ്റാളിൽ കറങ്ങി, ദാൽ തടാകത്തിൽ ഒഴുകി. അരണ്യങ്ങളെ പോലെ ഒഴുകാന്നാ എന്റെ ഏട്ടൻ പറഞ്ഞത്. രാജസാറിന് നിന്നെ ജീവനാ അല്ലേ ഋതികെ? പിന്നെ സംശയമുണ്ടോ? എന്നെ ജീവന്. എന്നൊരു കഫ് സിറപ്പാക്കി കൊടുത്താലേ ഒറ്റ വലിക്ക് കുടിച്ചാളേ. അപ്പോ ഇതുവരെ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പുകളൊന്നും കഴിഞ്ഞില്ലേ? ജോർജിയയിൽ പോയി, അർമേനിയ, ന്യൂസിലൻഡ്, എത്യോപ്യ, ശ്രീലങ്ക, മലേഷ്യ, പിന്നെ സിംഗപ്പൂർ, തായ്ലാന്റ്, അങ്ങനെ എല്ലായിടത്തും പോയി. ഇന്ന് വൈകിട്ട് ഞങ്ങള് ജപ്പാനിലേക്ക് പോവാ. രാഖി, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഇതാ ഡ്രൈവർ ഇല്ലാത്ത കാറിൽ പോയാലുള്ള കുഴപ്പം. കാറൊന്ന് പതുക്കെ ഓടിക്കാവോ? ഇത് കാറല്ലല്ലോ, ഇത് ഫ്ലൈറ്റ്. ഇന്ന് വൈകിട്ട് ജപ്പാനിൽ പോകാനുള്ള ഫ്ലൈറ്റ്. ഇപ്പൊ ഹിമാലയത്തിന്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുക. ഞാനാ ഇതിന്റെ പൈലറ്റ്. പൈലറ്റിന് വട്ടളകിയാലേ എന്ത് സംഭവിക്കും? ഇപ്പൊ അത് സംഭവിക്കാൻ പോവാ. രാജു, പതുക്കെ പോയേ. ഞാൻ പറഞ്ഞല്ലോ, ഇത് കാറല്ല, ഇത് സൂര്യമംഗലം എയർജെറ്റാ. ഇതിങ്ങനെ ചെന്ന് ചിലപ്പോ കടലിലോ മലയിലോ ചെന്നിടിക്കും. രാജു, എനിക്ക് പേടിയാവുന്നുണ്ടേ. മേഡം കണ്ണടച്ചിരുന്നോ, ഞാൻ ഇപ്പൊ ജപ്പാനിൽ എത്തിക്കാം. രാജു, പതുക്കെ പോകാൻ പറഞ്ഞേ. അഹങ്കാരം ഞാൻ ഇപ്പൊ തീർത്തരാം. ഈശ്വര, രാജു, എന്റെ ഭഗവാനെ, രാജു. രാജു, പ്ലീസ് രാജു. മേഡം, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ സമയം. കാത്തുനിന്ന് മുഷിഞ്ഞല്ലേ? കാത്തുനിൽപ്പ് അല്ലെങ്കിൽ തന്നെ ഒരുതരം മുഷിച്ചിലല്ലേ? ഒരു 2 മിനിറ്റ് വൈകിയതിന് സോറി. വരുന്ന വഴി ഒരു വള്ളി വന്നങ്ങ് ചുറ്റി. അത് പൊട്ടിച്ച് മാറ്റിയിട്ടാ ഞാനിങ്ങോട്ട് ഓടി വന്നേ. അല്ല, എന്തിനാ ഓഫീസിൽ കയറുന്നതിന് മുമ്പ് എന്നെ കാണണമെന്ന് പറഞ്ഞേ? പറയാം. അല്ല, നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയിരുന്ന് സംസാരിച്ചാലോ? അത് വേണ്ട, അതിനൊന്നും ഇപ്പൊ സമയമില്ല. ദീപക് സാർ കാര്യം പറയേ. അല്ല, മറ്റൊന്നുമല്ല, സാന്ദ്ര എല്ലാ കാര്യത്തിനും എന്റെ കൂടത്തിന് നിൽക്കുമെന്ന എന്റെ വിശ്വാസം. എനിക്ക് മനസ്സിലായില്ല, വ്യക്തമായിട്ട് പറയൂ. സാന്ദ്രയുടെ ബോസില്ലേ, എന്നെ പ്രേമിച്ച് നടന്നിട്ട് ഞാൻ വഴങ്ങാത്തോണ്ട്
എന്റെ ശത്രുവായി മാറിയവൾ ആ ഋതിക. ഇക്കാര്യം എപ്പോഴും എപ്പോഴും പറയുന്നോണ്ട് തന്നെ അതൊരു പച്ച നുണയാ. ഇങ്ങേര് ഋതിക മേഡത്തെ പ്രേമിച്ചു കാണും, മേഡം ഓടിച്ചു വിട്ടും കാണും. അല്ല, സാന്ദ്ര എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ദീപക് സാർ പറയൂ. അതായത് ആ ഋതികയ്ക്കിട്ട് നമുക്ക് വലിയൊരു പണി കൊടുക്കണം. അതിന് സാന്ദ്ര എന്നോടൊപ്പം നിൽക്കുമെന്നാ എനിക്കറിയേണ്ടത്. അവളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം. മേലാൽ തല ഉയർത്തി നമ്മുടെ കൂടെ നടക്കരുത്. അത്തരം ഒരു ചതി. ഇതുപോലുള്ള കാര്യങ്ങളിൽ സാന്ദ്ര എന്നെ സഹായിച്ചാൽ സാന്ദ്രയ്ക്കും പ്രയോജനമുണ്ട്. എന്ത് പ്രയോജനം? സത്യത്തിൽ അവളുടേതായി മാറിയ ഈ സ്ഥാപനങ്ങളുടെ എല്ലാ അവകാശി ഞാന്. അത് വൈകാതെ തന്നെ എന്റെ കയ്യിൽ വരും. ആ സമ്പത്തിന്റെ സാമാന്യം നല്ലൊരു ഷെയർ സാന്ദ്രയ്ക്ക് ഞാൻ തരും. അത് മതി സാന്ദ്രയ്ക്ക് കോടീശ്വരിയാവാൻ. ഈ ഓഫർ സ്വീകരിക്കണോ? യെസ് ഓർ നോ ഇപ്പൊ പറയണം. പറയേ. ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാണോ ദീപക് സാർ എന്നോട് അടുപ്പം കാണിച്ചത്? ഏയ്, അങ്ങനെയൊന്നുമല്ല. എനിക്ക് സാന്ദ്രയോടുള്ള സ്നേഹം വളരെ സിൻസിയറാണ്. എനിക്ക് മനസ്സിലായി, എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി. ചതിയും വഞ്ചനയൊന്നും ഞാൻ ചെയ്യില്ല. മാത്രമല്ല, ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ ഞാനത്ര വെട്ടിയൊന്നുമല്ല. അയ്യോ, സാന്ദ്ര തെറ്റിദ്ധരിക്കല്ലേ. ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താ നമുക്ക് രണ്ടുപേർക്കും പ്രയോജനമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനൊന്നും എന്നെ കിട്ടില്ല. സാന്ദ്ര, ഇവള് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാ. എന്റെ വഴിക്ക് വരാതെ ഇവള് എവിടെ പോവാനാ? കൊളയുന്നില്ലെങ്കിൽ ഞാനങ്ങ് ഒടിക്കും. പിന്നെ ഒരു സത്യസന്ധ. ആ ദീപക് ഒരു ചതിയനാ. അവൻ എന്നോടടുത്തത് ഋതിക മേഡത്തെ ചതിക്കാനാ. എന്തായാലും അവൻ എന്നോട് ആവശ്യപ്പെട്ട കാര്യം ഞാൻ ഋതിക മേഡത്തോട് പറയും. അവൻ എന്നെ വഞ്ചിച്ചു, ഇനി മേഡത്തെ വഞ്ചിക്കാൻ ഇടവരരുത്. പറയണം. അകലെ